Sir, short ready. Roll. Rolling. 30 വർഷങ്ങളായി നീലണ്ടൻ നമ്പൂതിരിയും അവരുടെ 16mm പ്രൊജക്ടറും കേരളത്തിൽ പലയിടങ്ങളിൽ സിനിമാ ഷോകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഈ കാലയളവിൽ സാർ ശ്രദ്ധിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? അന്നത്തെ കാലം ഒന്ന് വേറെ തന്നെയായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ സിനിമയും നാടകവും ഒഴിച്ച് വേറെ വിനോദങ്ങളിലായിരുന്നു. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ആൾക്കാരെന്നെ ആഘോഷപൂർവമാണ് വരവേറ്റിരുന്നത്. പടം അത് പറയില്ല. നാളെ ശിവേലിയും കഴിഞ്ഞ് അമ്പലപ്പറമ്പിൽ ഷോ കാണാൻ വീട്ടുകാരുമായി വരില്ലേ? പറഞ്ഞാ മതി. അതിന് അച്ഛൻ വിടണ്ടേ? ആര്? തോമാച്ചനോ? എന്ത് പറ്റി? സിനിമ കാണുന്ന പാപമാണെന്ന് അച്ഛൻ പറയുന്നത്. കഷ്ടം. ഈ മുറിയാരാ തുറന്നത്? ഈ റീലാരോ വെട്ടിയല്ലോ. സിനിമ ഇഷ്ടപ്പെടാത്തവരാരുമില്ല. സിനിമ എന്നത് അവരുടെ സ്വന്തം കഥയാണ്. ഷോയ്ക്ക് വരുന്നവരുടെ കണ്ണുകളിൽ എനിക്ക് കാണാമായിരുന്നു അവരുടെ ഉത്സാഹവും പ്രതീക്ഷയൊക്കെ. നീലൻ ചേട്ടോ, ഇത്താണെങ്കിലും പടം മൊത്തം കാണിക്കോ അതോ അവിടെ ഇവിടെയും വെട്ടിമാറ്റിയിരുന്നു? ഈ റീല് ഒരുത്തൻ്റെ കയ്യും തൊട്ടിട്ടില്ല. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എന്തായാലും ഒരു ദിവസം അവൻ്റെ കയ്യിൽ മാട്ടും. എല്ലാ ഭക്തജനങ്ങളെയും അമ്പലപ്പറമ്പിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈശ്വര, തോമാച്ചനോ? ടോണി, സിനിമ ഇഷ്ടപ്പെട്ടോ? എടോ, തനിക്ക് നാണമില്ലടോ എന്റെ മോനെ ഇങ്ങനെ വഴിതെറ്റിക്കാൻ. എന്ത് പറ്റി തോമാച്ച? വീട്ടിൽ നിന്ന് വേലിയും ചാടി വന്നിരിക്കുക സിനിമ കാണാൻ. കഴിഞ്ഞ ദിവസം ധ്യാനെന്നും പറഞ്ഞ് ഞാനും കെട്ടോളും ചാലക്കുടിക്ക് പോയപ്പോൾ അന്നും മുങ്ങി. നിങ്ങളുടെ ഈ ഷോ കാണാൻ. സിനിമ ഏതാണെന്ന് അറിയണ്ടേ? അവളുടെ രാവുകൾ. അയ്യോ തോമാച്ച, അതിന്റെ വീട്ടിൽ വെച്ച് കാണിച്ചതാണല്ലോ. അതിന് പിള്ളേരൊന്നും കേറ്റിനൊന്നല്ലോ. കേറ്റിയില്ലായിരുന്നു പോലും. എടോ, ഇതൊന്നും നന്നല്ലടോ. നമ്മുടെ സംസ്കാരത്തിന് പറ്റിയ ഒരു വിഷയമല്ല ഈ സിനിമ. എൻ്റെ ടോണി, ഈ മാതിരിയുള്ള അശ്ലീല വിനോദങ്ങളൊന്നും ശീലമാക്കേണ്ട താനും. എൻ്റെ തോമാച്ച, നിങ്ങൾ ഈ പാവത്തിനെ അടച്ചു വെച്ചാൽ അവൻ പിന്നെയും ചാടാനല്ലേ നോക്കൂ. പിള്ളേരാവുമ്പോൾ ഇടയ്ക്കൊരു സിനിമയ്ക്ക് കാണുന്നത് നല്ലത്. മതി മതി, എൻ്റെ മോനെ ഞാൻ നോക്കിക്കോളാം. എടോ, ഇതൊന്നും അധിക നാൾ ഉണ്ടാവില്ല കേട്ടോ. വടോ, അവൻ്റെ ഒരു സിനിമ കാണാൻ. ഒരു കാലത്ത് ആൾക്കാർ സിനിമയിൽ നിന്ന് അകന്നു മാറാൻ തുടങ്ങിയിരുന്നു. അത് ഇതുപോലുള്ള സാമൂഹിക പ്രതികരണങ്ങൾ കാരണമായിരുന്നു. എന്താ സാറിൻ്റെ അഭിപ്രായം? തോമയെ പോലെ ആൾക്കാർ എവിടെയും ഉണ്ടാകുമല്ലോ. അയാൾ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി എതിർപ്പുണ്ടാക്കാൻ നോക്കി. ഒന്നും നടന്നില്ല. പക്ഷേ അവസാനം അവർക്കൊരായുധം കിട്ടി. പതുക്കെ വരപിടിപ്പുള്ള സാധനമാണേ. പതുക്കെ മൂപ്പിലേരൊന്ന് പിടിച്ചേരേ. അങ്ങനെ അങ്ങോട്ട് വെച്ചേ, അങ്ങോട്ട് വെച്ചേ. ഒച്ച ഉണ്ടാക്കല്ലേ പിള്ളേരെ. അവിടെയൊക്കെ നിന്ന് കണ്ടാ മതി. എന്റെ കർത്താവേ. എടേ, തുടയ്ക്കുമ്പോ നല്ലോണം തുടയ്ക്കണം. എന്നിട്ട് വേണം നമുക്കൊരു സിനിമ കാണാൻ. എന്തൊക്കെ പ്രോഗ്രാമുകളാ കാണാനുള്ള എല്ലാം അറിയാവോ? നിങ്ങളിവിടെ എത്ര തവണ പറയണ? ഓരോന്നങ്ങോട്ട് കയറി വരും. അവരോടാ കൂടുതൽ. ഞാൻ എന്ത് തൊട്ടാലും അവർ വരയ്ക്കുന്നു. ആദ്യത്തിന് തല്ലുമായിരുന്നു. തല്ലുകൊണ്ട് കവിയെത്തപ്പോ ഒരു ദിവസം ഞാൻ തിരിച്ചു തരും. കുമാര, ഒരു ചായ. ചന്ദ്ര,
ഈ വർഷത്തെ ഉത്സവം ഗംഭീരാക്കണം. നമുക്ക് ഏത് പടാ കാണിക്കണ്ടേ? നീലൻ ചേട്ടാ, ഇപ്രാവശ്യം കമ്മിറ്റിക്കാർ സിനിമ വേണ്ടെന്ന് വെച്ചു. അതെന്താ അങ്ങനെ പറയണേ? ഇത് എല്ലാ പ്രശ്നവും നടത്താറുള്ള കാര്യമല്ലേ? സിനിമയൊക്കെ ഇപ്പോൾ ആർക്ക് വേണം? എല്ലാവരും ഇപ്പോൾ ടി വി വാങ്ങിയില്ലേ? വീട്ടിലിരുന്ന് തന്നെ ഇപ്പോൾ എന്തൊക്കെ പരിപാടികൾ കാണാം. അത് മാത്രമല്ല, ഓരോ ആഴ്ചയിലും പുതിയ സിനിമകളൊക്കെ അല്ലേ കാണിക്കുന്നത്. എന്നാലും ഇങ്ങനെ കാണുന്നതിൻ്റെ രസം അതിലുണ്ടാവോ ചെയ്യാ? ചേട്ടൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഞാൻ നോക്കട്ടെ. വേണ്ട. ഓ, ഇതാണോ നിന്റെ ഒളിത്താവളം? നീ ഇപ്പോഴും അങ്ങനെ കണ്ണ് വെട്ടിച്ച് വരുന്നുണ്ടല്ലോ എന്ന് അലയ്ക്കുമ്പോളാ. വീട്ടിലിരുന്ന ഭ്രാന്ത് പിടിക്കും. ഞാൻ ഒരു ദിവസം സത്യമായിട്ട് ഒളിച്ചോടും. നീ ഇങ്ങനെ കുരുത്തക്കേടൊന്നും ആലോചിക്കണ്ട. നിനക്കിപ്പോൾ അവിടെ സുഖമല്ലേ? പോരാത്തതിന് ടി വി ഉണ്ട്. അതിലൊരു സുഖവുമില്ല. സിനിമയിൽ പുറകിൽ നിന്ന് വരണ വെളിച്ചം കാണാൻ എന്നാ ഒരു രസമാണെന്നോ. ആ ശരി, നീ വാ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. പുറത്തു വച്ചിരുന്ന പ്രോജക്റ്റിനൊഴിച്ച് എല്ലാം നശിച്ചു. ഭാര്യ മരിച്ചതിൽ പിന്നെ എന്റെ ജീവിതം ഇത് മാത്രമായിരുന്നു. എല്ലാം തീർന്നു. ഇല്ല സർ, അതിൽ ചിലത് ബാക്കിയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ? സാറിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഇടയ്ക്കിടെ സാറിൻ്റെ വീട്ടിൽ നിന്ന് റീൽ മോഷണം പോകാറില്ലായിരുന്നു. അത് ഞാനായിരുന്നു സർ. ടോണി. ടോണി? തോമച്ചന്റെ മകൻ ടോണി? സാറിന് എന്നെ ഓർമ്മയുണ്ടോ? കൊച്ചു കള്ള. സർ, ആ പ്രൊജക്ടർ സാറിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടോ? സർ, ഇതിലെല്ലാം ഉണ്ട് സർ. നീലൻ ചേട്ടൻ ഇത് ചെയ്യുന്ന കാണാനൊരു പ്രത്യേക രസമാണ്. ഒക്കെ മറന്നു പോയടോ. കുറെ കാലമായില്ലേ ഇതെല്ലാം ഒന്ന് തൊട്ടിട്ട്. ചേട്ടൻ ഇതൊക്കെ മറക്കാനാകുമോ? ഇല്ലടാ ടോണി, എനിക്കിത് മറക്കാൻ പറ്റില്ല. ഇതെന്റെ ജീവിതമാണ്.